Hello my dear friends, welcome to my channel. Myself Shilpa. Well, let's get started. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ടോണറാണ്. അപ്പോൾ ഇത് ഓർഗാനിക് സ്പഞ്ച് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണർ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഫേസ് ഓയിൽ, ദെൻ സൺസ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ എൻ്റെ വിൻ്റർ സ്കിൻ കെയർ സീരീസിൽ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് വരുന്നത്. കാരണം ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ നല്ല തിക്കായിട്ട് തന്നെ സ്റ്റാർട്ടിങ് സ്റ്റെപ്സ് ചെയ്യുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലർ വെച്ചിട്ട് ചെയ്യാണിത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലറാണ്. ഇത് ആമസോണിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതുപോലെ ഞാൻ ഐസിൻ്റെ താഴെ, അതുപോലെ തന്നെ ബ്രോസിൻ്റെ അവിടെ, എനിക്ക് പിന്നെ ചെറിയ ചെറിയ സ്പോട്ട്സ് ഉള്ള അവിടെയൊക്കെ കൂടെ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അത് ഞാനൊരു ഡാമ്പ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും അഫോർഡബിൾ ആണ്. അത് ഭയങ്കര ഹൈ എൻഡ് പ്രോഡക്ട്സ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു റീടച്ചിന് വേണ്ടിയിട്ട് എൻ്റെ നെക്കിലുമൊക്കെ നൈബയുടെ കൺസീലർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാത്രമേ തരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇത് ഓവറായിട്ട് ഇടരുത്, അപ്പോൾ ഭയങ്കര തിക്കായിട്ട് തോന്നും. ഇത് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ബേസ് ഒക്കെ ചെയ്യുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫേസ് അതാ ചെയ്യുന്നത്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐസ് മാത്രമാണ്. എൻ്റെ ബ്രോസ് ചെയ്യാൻ പോകുന്നത് ഞാൻ വേഗം ചെയ്യാണിത്. ഈ കുറച്ച് നാളല്ല 2 വീഡിയോ മുന്നേ ഞാൻ എൻ്റെ ബ്രോസിൻ്റെ ഹാക്സ് ഇട്ടായിരുന്നു. അത് പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹാക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി റെഫർ ചെയ്യുക. അതിൻ്റെയും കാർഡ് ഞാൻ മുകളിൽ കൊടുക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റിട്രാക്റ്റബിൾ പെൻസിലാണ്. ശരിക്കുള്ള കാര്യം ഇതെൻ്റെ ഐ മേക്കപ്പാണ്. ഇതെൻ്റെ നിക്കാക്കയുടെ പാലറ്റാണ്, പോയ്സൺ ആപ്പിൾ. ഇതെന്നെ സംബന്ധിച്ചൊരു ബെസ്റ്റ് ഐ ഷാഡോ പാലറ്റാണ്. അത്യാവശ്യം നല്ല അഫോർഡബിളും ആണ്. പ്ലസ് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർബാണ്. കാരണം ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരിത്തിരി മതി നല്ല ഡാർക്കായിട്ട് നമ്മുടെ ഐ ഷാഡോ വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് കളർ ഷെയ്ഡാണ്. ലൈറ്റ് ഞാൻ ടിൻ്റെ കോർണേഴ്സിൽ മാത്രം അപ്ലൈ ചെയ്യാണ്. ഇനി ഞാനൊരു ട്രാൻസിഷൻ ഷെയ്ഡിന് വേണ്ടിയിട്ട് പിങ്ക് കളർ എടുക്കുകയാണ്. ഇതൊരു പിങ്കിഷ് റെഡാണ്. അപ്പോൾ അത് കുറച്ചെടുത്താൽ മതി. ഭയങ്കര പിഗ്മെൻ്റാണ് കാണുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര തിക്കായിട്ടിരിക്കും.
കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇന്നർ കോർണേഴ്സിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റെഡിഷ്നെസ് മാറി കിട്ടും. അതിൽ ഒരു ബ്രൗണിഷ് റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ കോർണേഴ്സിലിടുകയാണ്. അതൊരു ഡാർക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. അതും നമ്മുടെ മുകളിലത്തെ കളറായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഒരു റെഡ് ഷിമറി ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ മെയിൻ കോർണേഴ്സിൽ മെയിൻ ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിംഗേഴ്സ് വെച്ചാണ്. കാരണം ഗ്ലിറ്റേഴ്സ് എപ്പോഴും നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് 2 ഐസിലും അപ്ലൈ ചെയ്യാം. ശേഷം ഞാൻ കുറച്ചൊരു ഗ്ലിറ്ററി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗോൾഡനും കൂടി എടുത്തിട്ട് ആ ഇന്നർ കോർണേഴ്സിന് ഹൈലൈറ്റ് പോലെ ചെയ്യണം. വേണമെങ്കിൽ വൈറ്റ് കൊണ്ട് ചെയ്യാം, പക്ഷേ ഇതെനിക്ക് എന്തോ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈക്ക് പക്കാ പാർട്ടി ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നോർമൽ പാർട്ടിക്ക് അല്ലാതെ നമുക്കൊരു ഭയങ്കര സെലിബ്രേഷൻ ടൈപ്പ് ഫെസ്റ്റീവ് പാർട്ടിയൊക്കെ വരുമ്പോൾ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഇതാണ്. നമ്മുടെ ഐസ് മാത്രമാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ആ പിങ്കിഷ് റെഡ് എടുത്ത് താഴെയും കൂടെ കുറച്ച് അപ്ലൈ ചെയ്യണം. അപ്പം ഞാനിതിൽ കാജലോ വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഐ ഷാഡോയും മസ്കാരയും മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലിംഗ് പെൻസിൽ വെച്ചിട്ടാണ്. ഇതൊരു ഐലൈനറുമാണ്, അതുപോലെ തന്നെ നമുക്ക് കൺസീലർ പെൻസിൽ പോലത്തെ ഒന്നുമാണ്. അത് ഞാൻ എൻ്റെ ബ്രോസിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സെയിം കൺസീലർ എടുത്തിട്ട് ഒന്ന് നമ്മുടെ ഐ ഷാഡോ ഷാർപ്പാക്കാൻ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പൗഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോറിയലിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടോഫി ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടും. പിന്നെ ബ്ലഷ് യൂസ് ചെയ്യാൻ ഞാനിവിടെ എൻ്റെ പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ് ഫ്രം മേബിലിൻ ലിപ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എൻ്റെ എസ്ക്യൂൻ്റെ ഹൈലൈറ്ററിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാണ്. രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ പക്ക ഫിനിഷ്ഡ് ലുക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ എൻ്റെ മസ്കാര കുറച്ചും കൂടെ ഒരു വോല്യൂമിനസ് ആയിട്ട് തോന്നാൻ വേണ്ടി ഒന്ന് കേൾ ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അലി എക്സ്പ്രസ് നിന്ന് വാങ്ങിയിട്ടുള്ള വോല്യൂമിനൈസർ എന്ന് പറഞ്ഞിട്ടൊരു 2 സ്റ്റെപ്പ് മസ്കാരയാണ്. ഒരു ബ്രൗൺ കളർ ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ മേബലിൻ്റെ ലിപ് ഗ്രേഡിയൻറ്റ് പിങ്ക് കളർ ഷെയ്ഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ഓംബ്രെ എഫക്റ്റാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഞാൻ നൈക്കയുടെ മിനിയിൽ വരുന്ന ബോംബെ പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് ഒരു ഓംബ്രെ ലുക്ക് കൊടുക്കുകയാണ്. ഇന്നർ പോർഷനിൽ മാത്രം കൊടുക്കുകയാണ്. എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്
വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറി വെച്ച് ഇട്ടു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടെ എന്ത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സ്യൂട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഫ്രണ്ട് പാർട്ടീഷൻ ഇട്ടിട്ട് സ്ട്രൈറ്റിംഗ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പോയി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ അടുത്ത അടിപൊളി വീഡിയോസ് കാണാനായിട്ട് മറക്കാണ്ട് പോയിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ wait till my next video comes. Till then, this is Shilpa signing off from myself, Shilpa. Bye-bye, take care. Happy Christmas to each and everybody. Bye-bye.